കൊറേ നാളായിട്ട് കൂടാണ്ട് എല്ലാവർക്കും പ്രാന്ത് എടുത്തിട്ട് നടക്കണത്. ജയന്തി അരിഞ്ഞ സവാള കേട്ടാ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വേണേലും വെക്കാട്ടാ. കേട്ടാ ക്ഷീണിതനാണ്, എന്നാലും ആള് ഇഷ്ടം പോലെ പോർക്കിറച്ചി കഴിച്ചു. ഇവരിവിടെ കുളിക്കാണ്. അതോലൊക്കെ കൂടുമ്പോ പച്ചക്കറി ആക്കാൻ പറ്റില്ല. അല്ല ചേട്ടൻ പറഞ്ഞോണം എല്ലാരും പച്ചക്കറി പറയും. പ്രേമം തലകെട്ട് കെട്ടി കുളിക്കാനായിട്ട് എരിവ് കൂട്ടണമെങ്കിൽ നമുക്ക് എന്തോരം വേണ്ടി എരിവ് കൂട്ടാട്ടാ. കുരുമുളക് എല്ലാ സാധനവും കൂട്ടാൻ എന്തോരം വേണമെങ്കിൽ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് വീണ്ടും കൂടുതൽ അരിയിട്ട് കഴുകണം. 8 നാഴി അരിയാണ് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ അയ്യോ എൻ്റെ കാല് പോയി ഇല്ല 1.25 കൊല്ലം മുമ്പാണ് ഞങ്ങളെല്ലാവരും അധോലോകംകാർ കൂടിയത്. അവസാനമായിട്ട് എല്ലാവരും കൂടിയത്. അതിപ്പോൾ അല്ല ഇവിടെ കൂടിയത് വേറെ എവിടെ കൂടിയത്. പക്ഷെ നമ്മളവിടെ കൂടിയത് എല്ലാവരും കൂടിയിട്ട് ആ റിൻറ്റൻ്റെയും പ്രേമൻ്റെ ഒക്കെ നാടകം കണ്ടില്ലേ? ഇൻസ്റ്റന്റ് നാടകം. അപ്പം ഇന്നാണ് ഇപ്പം ഇനി കൂടുന്നത്. ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങാൻ പോലെ ഇപ്പം കൊറേ നാളായിട്ട് കൂടാണ്ട് എല്ലാവർക്കും പ്രാന്ത് എടുത്തിട്ട് നടക്കണത്. ജയന്തിച്ച് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിലൊന്ന് ചീത്ത വിളിക്കുക, എവിടെയെങ്കിലും കൂടാം, നമുക്ക് എവിടേക്കെങ്കിലും പോകണം, കുറേ നാളായിട്ട് കൂടാണ്ട് ഒരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ആർക്കും ഒരു വിചാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രേമേട്ടനാണെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ കൂടലുണ്ട്. പ്രേമേട്ടൻ അംഗൻവാടി തൊട്ടുള്ള ഗ്രൂപ്പുകളുണ്ടേ. അംഗൻവാടിയുടെ ഗ്രൂപ്പുണ്ട്, LP സ്കൂളിൻ്റെ ഗ്രൂപ്പുണ്ട്, UP ഉണ്ട്, ഹൈസ്കൂള്, പിന്നെ 10 പ്രീ ഡിഗ്രി പിന്നെ നാടകത്തിന്റെ കുറെ ഗ്രൂപ്പുകളുണ്ട്. പിന്നെ എന്തിട്ടാണ് മറ്റേ ആളുടെ ജോലിയുടെ മെഡിക്കലിന്റെ അതിന്റെ ഗ്രൂപ്പ്, അങ്ങനെ കുറെ ഗ്രൂപ്പ് ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകൾ പോലൊക്കെ ഉണ്ട്. എന്നിട്ട് അതിന്റെ ഒക്കെ ഫോട്ടോ ഗ്രൂപ്പിലിടും. അതൊക്കെ കാണുമ്പോൾ ജയന്തിച്ചിക്ക് ഒന്നുകൂടി ദേഷ്യം വരും. അപ്പൊ നമ്മൾ ഇവിടെ കൂടണില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നാണ് ഡേറ്റ്. എല്ലാവർക്കും കൂടി ഒഴിവ് നോക്കി ലാസ്റ്റ് ഈ ഞായറാഴ്ച 24 ഇത് നമ്മളവിടെ കൂടാനുള്ള ഇത് ഇഷ്ടം എന്ന് പറയില്ലേ, നമ്മളവിടെ കൂടാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് കൂടാനുള്ളൊരു സാഹചര്യം ഇവിടുത്തെ അടിപൊളിയാണ്. ഞാൻ കൈയിട്ട് ഇളക്കണില്ല കേട്ടോ. നാളെ കൈയിട്ട് ഇളക്കിന്ന് കൈയിട്ടിളക്കാൻ ചേട്ടൻ തോന്നുന്നുണ്ട് ഇല്ലേ? അത് ഇളക്കും ഞാൻ. അത് അല്ല ഇളക്കില്ലേ, നമ്മുടെ അരിയുടെ വെള്ളേ തിളയ്ക്കാറേ തുടങ്ങി. അപ്പോൾ സരിത കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇട്ടിട്ട് ഇന്ന് സരിത വിളിച്ച് ചോദിച്ചില്ല, ഫുഡ് റെഡിയാക്കണം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്, അല്ല പച്ചക്കറിയാണെന്ന്. അന്നത്തെ കഴിഞ്ഞ തവണ ഇത് അധോലോകം കൂടുമ്പോ പച്ചക്കറി ആക്കാൻ പറ്റില്ല. അല്ല ചേട്ടൻ പറഞ്ഞോണം എല്ലാവരും പച്ചക്കറി പറഞ്ഞു പോവും. അപ്പൊ പച്ചക്കറി പറ്റില്ല. അപ്പോൾ ഈ എല്ലാവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ പൂളില് ഇന്നാണ് കാലത്തോട്ട് ഒടുക്കത്തെ മഴ തുറന്ന് പൂളില് കളിച്ച് നീന്തി മറിഞ്ഞ് പിന്നെ ഇവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞ് ഒരു നാടകമൊക്കെ ഇൻസ്റ്റൻറ്റ് നാടകമൊക്കെ കളിച്ച് അങ്ങനെ ഒക്കെ കൂടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോണം കേട്ടോ. അപ്പോൾ ഞാൻ കോഴിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, പോർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്, കോഴിയും പോർക്കാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് വയ്ക്കാം. പിന്നെ ജയന്തി ഇതിപ്പെത്തും. ജയന്തി പച്ചക്കറി ഒരു ചാറ് കൂട്ടാൻ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ മീൻ കറി വെക്കാന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ മീൻ കറി വേണ്ടാന്ന് വെച്ചു, സാമ്പാർ വെക്കാന്നാണ്. പിന്നെ നമ്മുടെ ദിനേശനല്ലേ പറഞ്ഞേ ചക്കക്കുരും ചെമ്മീനും വെക്കണം, കടച്ചക്ക വറുത്തരച്ച് വെക്കണം എന്നൊക്കെ ദിനേശൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഈ ദിനേശൻ പ്ലാൻ ഇടാനും ഓർഗനൈസ് ചെയ്യാനും മിടുക്കന. എന്തൊരു കാര്യം അവൻ്റെ കയ്യിൽ കൊടുത്താൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തു തരും. പക്ഷെ ആ സമയത്ത് അവൻ ഉണ്ടാവില്ല, അവൻ വരില്ല. അപ്പം അത് കാരണം കൊണ്ട് ദിനേശൻ പറഞ്ഞ കാര്യങ്ങള് കടച്ചക്ക എന്തായാലും ചെയ്തിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ കടച്ചക്ക വറുത്തരച്ച് വെക്കുക, അല്ലെങ്കിൽ സാമ്പാർ വെക്കൂട്ടാ. ചാറ് കൂട്ടാൻ അനുയോജ്യം. കുറച്ചും കൂടി വെള്ളം വീട് വെള്ളം തിളച്ചു. വേഗം കണ്ടത് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അന്നത്തെ പോലെ തന്നെ അരി തിളക്കണം എന്നാ പറഞ്ഞേ. കയ്യിലൂടെ ഇല്ലേ, കയ്യിലെടുത്തിട്ട് വരാം ഞാൻ. അപ്പോൾ അതുവരെ മൂടി കേട്ടെ. അരി ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കണം കേട്ടാ. നമ്മുടെ കയ്യിൽ ഉള്ളപ്പോഴാണ് ഇളക്കുള്ളൂ. നമ്മുടെ അരി കണ്ടോ, ഇതിന് മുകളിൽ ഇത്തിരി വെള്ളം വയ്ക്കുക. അരി വേറെ ആയിട്ടാ വെള്ളമായി കൊണ്ടു വയ്ക്കാം. നമ്മുടെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോൾ ചിക്കനും പോർക്കും വയ്ക്കുന്നുണ്ട്. പോർക്ക് വയ്ക്കുന്നത് നമുക്ക് കാണിച്ചു തരാം കേട്ടാ. ഇത് 3 കിലോ പോർക്കാണ് കേട്ടോ. 3 കിലോ പോർക്കാണ് കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും അത് കാണുമ്പോൾ ഒരു ആകർഷണം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ തീ കത്തിക്കുകയാണ് ആദ്യത്തെ. തീ വന്നു. അപ്പോൾ നമ്മൾ ഇത് അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ.
ഇനി ഇതിലേക്ക് അയ്യോ മഴ കൂടി തുടങ്ങിയിട്ടാ മഴക്കാലമാണ്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് പൊടി ഇടുന്നു, പിന്നെ മഞ്ഞൾപ്പൊടി. ഈ രണ്ട് ഇട്ടിട്ടാണ് ആദ്യം വേവിക്കുക കേട്ടോ. വെറുതെ കുറച്ച് വെള്ളം ഒഴിക്കുന്നു കേട്ടോ, വേവണമല്ലോ. ഇതിൽ വെള്ളം പൊങ്ങും കുറച്ച്, എന്നാലും അതായത് കഷ്ണങ്ങളാക്കാണ്ട് വേവിക്കും കേട്ടോ. നമ്മൾ വേവിച്ചിട്ട് പീസുകളാക്കിയിട്ട് വലിയ പീസുകളാക്കിയിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കും, എന്നിട്ട് നുറുക്കണ പരിപാടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ കയ്യിലുകൊണ്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതേ മൂടി വയ്ക്കണം കേട്ടോ. വേവട്ടത് നമ്മുടെ പോർക്ക് വേവിക്കാൻ വെച്ചു, പക്ഷേ മഴ പെയ്തു. നമുക്ക് അങ്ങോട്ട് നീക്കി വയ്ക്കാം. നമ്മളെ എങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ, മഴ തകർത്ത് തേങ്ങ. അപ്പം മഴയൊന്ന് തോർന്നു. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടാണ്. 20 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായി. അപ്പം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കിണ്ടായിരുന്നു. കണ്ട അത് ഇറച്ചി വെന്തു. ഇറച്ചി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ട ഈ വെള്ളം മയ അതിൽ കണ്ട. അപ്പോൾ നമുക്കത് ഊറ്റിയെടുക്കണം കേട്ടോ. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഊറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കണം. ഇതിൽ കുറേ നെയ്യുണ്ട്. നമ്മൾ 3 കിലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടണത് അതിൻ്റെ പകുതിയുടെ അടുത്ത് കിട്ടുള്ളൂ. മഴ അങ്ങോട്ട് തകർക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ കൂട്ടുകൾ ശരിയാക്കണം. കണ്ട ഇത്രയ്ക്ക് കിട്ടി. ഇനി ഇതിലേക്കുള്ള കൂട്ടുകൾ നമ്മൾ ശരിയാക്കണം കേട്ടോ. നമുക്ക് ശരിയാക്കിയിട്ട് വരാം. നമ്മൾ മഴയൊക്കെ പോയി, മഴ പോയപ്പോൾ നമ്മൾ വീണ്ടും പാചകത്തിലേക്ക് കിടക്കണം കേട്ടോ. നമ്മൾ തീ കത്തിച്ചു, നമ്മൾ പാത്രം അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. ഇതിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്, റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ വേണം. സംഗതി പോർക്കിൽ നെയ്യ് ഉണ്ടാവും, പക്ഷേ എന്നാലും വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലേ ഒരു ടേസ്റ്റ് കുറവായിരിക്കും. ഒരു 2-3 ടീസ്പൂണിനേക്കാളധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കനം കുറഞ്ഞരിഞ്ഞ സവാള ഒരു 3-4 അത്ര വലിയ സവാളകളല്ല. ഒരു പകരം ഉള്ളി വേണമെങ്കിൽ കേട്ടാ. നമ്മൾ ഒരു തവണ ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കി, നമ്മുടെ വീട്ടിലത്തെ ഉള്ളി, ചെറിയ ഉള്ളിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് പൊടി ഇടാം കേട്ടോ. ഇത് നന്നായി വാടണം. ഇത് വാടാനായിട്ട് ഇത്തിരി സമയം പിടിക്കിട്ടാണ്. ഒരു 10 മിനിറ്റെങ്കിലും വരും. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ട് ഫ്രൈ ആവില്ല. ബംഗാളികളാക്കുമ്പോൾ ഇങ്ങനെ അവർ മൂടി വയ്ക്കും പെട്ടെന്നാവാനായിട്ട്. ഞാൻ കണ്ടിട്ട് നമ്മുടെ അവിടെ ബംഗാളികൾ മറ്റേ ഉണ്ട്, അപ്പോൾ അവരിങ്ങനെ മൂടി വയ്ക്കും. നമ്മൾ മൂടി വയ്ക്കാറില്ല, ഞാൻ വെറുതെ കാണിച്ചാണ് കേട്ടോ. നമ്മുടെ ജയന്തി എല്ലാ പാചകങ്ങളിലും എക്സ്പെർട്ടാണ്. പക്ഷേ പോർക്ക് മാത്രം ജയന്തിക്ക് അത്രയ്ക്ക് വലിയപ്പെടുത്തില്ലെന്നോ വെക്കില്ല. പോത്ത് കഴിക്കും, പക്ഷെ വെക്കില്ല. ഇതൊന്നുമില്ല, വളരെ ഏറ്റവും എളുപ്പമുള്ള പണി ഇത്. അത് വേവിച്ച് എടുത്ത് വെച്ച് തരുന്ന സാധനമാണ് ഇത്. കണ്ട പിന്നെ വേവിച്ചെടുത്ത് വെച്ചു. ജസ്റ്റ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതന്നെ കളഞ്ഞു. അത് ആവശ്യം, അതിൽ നെയ്യ് ആവശ്യമാണെങ്കിൽ നമുക്ക് എടുക്കല്ലോ. ഇതിലെങ്ങനെ നെയ്യ് ഊറി വരും. ഇറക്കിക്കോ. ജയന്തി അരിഞ്ഞ സവാള കേട്ടാ. അതിനെ കൂട്ടാൻ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇതിന് ചുവന്നുള്ളി മാത്രം എടുത്തുകൂടാ ചേട്ടാ? ചുവന്നുള്ളി മാത്രം എടുക്കാണെങ്കിൽ കുറെ നന്നൊക്കെ ആയിരിക്കണ്ടേ. ഞാൻ ചുവന്നുള്ളി മാത്രമായിട്ട് വീഡിയോ ഇട്ടുണ്ട്. അതെല്ലേ, അതിന് ചുവന്നുള്ളി വന്നാൽ തന്നെ വേറെ ടേസ്റ്റ്. നമ്മുടെ ഉള്ളിനെ പറിച്ച്, നമ്മുടെ പറമ്പിന് പറിച്ച ഉള്ളിനെ കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആവുന്നേ. വെറുതെ മഞ്ഞപ്പൊടി ടേസ്റ്റ് ആവും. അതാണ്. അല്ലാണ്ട് ഇപ്പൊ നമ്മളെ കൈപ്പുണ്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നല്ല. 100 കണക്കിന് പേര് ഇങ്ങനത്തെ റെസിപ്പിയിലിട്ട് പലതരം വീഡിയോകൾ ഇടും. നമ്മളൊന്ന് മാറ്റി വേറെ എന്തെങ്കിലും ഇട്ട് നോക്കുക, അതിന് വേറൊരു സ്വാദായിരിക്കും. അതന്നെ, അത്രേ ഉള്ളൂ. പിന്നെ ചിലര് കൈപ്പുണ്യം ഉണ്ട് കേട്ടോ. അല്ലാണ്ട് വെറുതെ നമ്മള് ഒരു ചെറിയൊരു ഇതില്ലേ, ഒരു ഉപ്പിട്ട് വെക്കായിരുന്നു. അപ്പൊ വേഗം ഉപ്പിട്ടുണ്ടല്ലോ. ഈ കാത്തിരിപ്പാണ് ഈ സബോള വാടാനുള്ള ഒരു ദേഷ്യം വരുന്നത്. പെട്ടെന്നായാ മതിയേനെ. പെട്ടെന്നാവാനുള്ള വല്ല വഴി ഉണ്ടാവണ പോലെ ഇടുമ്പോഴേക്കും മൂക്കാൻ. അങ്ങനെയില്ല, ഈ ബംഗാളികള് അവര് മൂടി വയ്ക്കും പെട്ടെന്നാവാനായിട്ട്. ഈ സബോളയില്ലേ മൂടി വയ്ക്കും. മഞ്ഞൾപ്പൊടിയും
ഉപ്പിട്ടിട്ട് ഇളക്കി ഇളക്കി മൂടി വയ്ക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കും. ബെസ്റ്റ് പാത്രമാട്ടത്, ഫ്രൈ ആണ്, നല്ല പാത്രമാണ്. അടി പിടിക്കൊന്നുമില്ല അങ്ങനെ. അടിയെ പിടിക്കുകയൊക്കെ ചെയ്യും. ഈ കുറച്ച് നേരം കണ്ടു നോക്കിയത് കണ്ടോ കണ്ടോ. അല്ലാന്ന് അങ്ങനെ മറ്റേ ഇത് ചീഞ്ഞിട്ട് പിടിക്കണോ, കനലിനകത്ത് പിടിക്കണ പോലെ കനലില്ലാത്തതിൻ്റെ പോലെ ഇല്ല, ഭയങ്കര കനത്. നോൺ സ്റ്റിക്ക് പോലത്തെ മറ്റേതുണ്ടല്ലോ, ഉള്ളിൽ ഇങ്ങനെ കറുപ്പ് കുത്തു 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 നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര വിലയാണ്. ഭയങ്കര വില. പക്ഷെ അത് നല്ല സാധനം കേട്ടോ അത്. അതിൽ നമുക്ക് എന്താ മരത്തിൻ്റെ ഇത് മാത്രമല്ല, ഫ്രൈ പാനിൻ്റെ കോല് മാത്രമല്ല, സ്റ്റീലും ഒക്കെ യൂസ് ചെയ്യാം. കഞ്ഞി കുടിച്ചിട്ടില്ല. ഓക്കെ, ശരിക്കും നമ്മൾ വിചാരിക്കും പാചകം ചെയ്യുമ്പോൾ നമ്മൾ കുളിച്ച് നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ട് ഓരോ ഇതിലൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയിൽ സെറ്റും മുണ്ടും ഇതൊക്കെ എടുത്തിട്ട്. ഇപ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് പാചകം ചെയ്യുമ്പോൾ നമ്മൾ തവിട് പൊടിയാവും. എല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ടു വയ്ക്കുക, ഇടയ്ക്ക് ഇളക്കിയിട്ട് ഇതിങ്ങനെ മാറിക്കുക. എന്നിട്ട് മറ്റേ ഈ മുഖത്ത് മേക്കപ്പ് ചെയ്യുക, ഇത് ചെയ്യുക, മുടി കീരി നല്ല വൃത്തിയായിട്ട് പോയി. പിന്നെ അവിടെ വീണ്ടും വന്നിരിക്കുക, പിന്നെ അവിടെ മഴ ഫാൻ്റെ അവിടെ ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഹലോ ഇവൻ കിഷോർ പന്തം കണ്ട പെരിച്ചാരി പോലെ നിൽക്കണ്ടല്ലേ. അപ്പോൾ ഇത് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ ഈ സാധനം കണ്ട, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, കറിവേപ്പില അത് കൂടി അരച്ച് ഇതാക്കിയുള്ളതാണ്. അത് ഇരിക്കി ചേർക്കണം കേട്ടോ. നല്ല എരിവുള്ള മുളക് കേട്ടാ ചേട്ടാ, പച്ചമുളക് അല്ലേ, അതിന്റെ കുത്തൂരുണ്ട്. ഇനി തീന്ന് കുറയ്ക്കാല്ലേ, ഞാൻ അടിയെ പിടിക്കും. തീ കുറച്ചതില്ലേ, ഇത് അരച്ചതല്ലേ, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞതാണ്, ഇങ്ങനെ അടിയിൽ പിടിക്കില്ല. നന്നായി ഇത് ഫ്രൈ ആവട്ടെ കേട്ടോ. നന്നായി ഫ്രൈ ആയാലും ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാണ്ട് ഫ്രൈ ആവത്, പക്ഷേ പച്ചമണമൊക്കെ പോട്ടെ. പച്ചമണം അല്ലാണ്ടും പോവും. പോർക്കിൻ്റെ നെയ്യും വെളിച്ചെണ്ണയും കൂടി അതിലങ്ങോട്ട് കിടന്നിങ്ങോട്ട് ആകുമ്പോൾ സാധനം പോവും. മുരിഞ്ഞു തുടങ്ങിയിട്ട് അടിയിലേക്കൊക്കെ പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ഇട്ട് തുടങ്ങാം കേട്ടോ. കുറച്ച് പൊടികളുണ്ടല്ലോ നമുക്ക്. ഹരിത വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഉണ്ട് കേട്ടോ. മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ സെറ്റാക്കി പോർക്ക് വയ്ക്കും. ഒരു റെസിപ്പി അറിയില്ല, പിന്നെ ഗരം മസാല പൊടി ഇടണം. കെട്ടാ ചേട്ടാ തീ ചെറുതായിട്ട് തീ മതി. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ പോർക്കിലിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ചും കൂടി ഇടണം. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഉണ്ട് കേട്ടോ. ഇത് വെറുതെ ഒരു തമാശ ഇടുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് മൂക്കട്ടെ. നന്നായി ഇത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകിൻ്റെ മണം എന്ന് വരും കേട്ടോ. ആർക്കും വയ്ക്കാം, എപ്പോഴും വയ്ക്കാം, എങ്ങനെ വേണേലും വയ്ക്കാം കേട്ടോ. അത് അത്രയും ഈസിയാണ് ഇത്. മലത്ത് വെക്കാം, ചെരിച്ച് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇതിലിത്തിരി നെയ്യിൻ്റെ ഉണ്ട്, നമുക്ക് ഇറച്ചി ഇടണം കേട്ടോ. തീയെ കൂട്ടി കൊടുക്കാം നമുക്ക്. ശരിക്കും പുറത്ത് പാചകം ചെയ്യാട്ടോ നല്ലത്, കാണാലോ എന്താ ഇതിൻ്റെ അവസ്ഥ അല്ലേ. എങ്ങനെയാലും നെയ്യ് ഇറങ്ങി വരുന്നില്ല. നെയ്യ് കുറവുള്ളതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. മസാല അടിയിൽ ഇത് ഇടയ്ക്ക് അങ്ങോട്ട് നമ്മൾ ഇളക്കുക. ഇത് ഫ്രൈ ആയിട്ടുണ്ട് വരട്ടെ. ചിലപ്പോൾ ഫ്രൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതിൽ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരും. കുറച്ച് സമയം പിടിക്കും. നമ്മൾ ഈ ഇറച്ചി വെച്ചിട്ട് 5-8 മിനിറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നെയ്യ് അങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നോക്കിയാൽ ഇതില്ലേ വേവിച്ച് വെച്ചിട്ടുള്ള അതൊഴിക്കുന്നില്ലേ, അതിന് കുറച്ച് ഇതേ അല്ലാണ്ട് ഇതേ ഇത്തിരിയാണ്, ഒരു 3 കയ്യിൽ. അല്ല അടിയിൽ പിടിക്കൂലേ. അതെനിക്കറിയാം, തീ വളരെ കുറച്ചിട്ടാണ്. അങ്ങനെയല്ല, അതെ മഴത്തോടി തുടങ്ങി ദൈവമേ. വെള്ളം കൂടും. നമുക്കേ ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഇത്തിരി കൂടി ഉപ്പ് ഇടണം കേട്ടോ. നേരെ ഇതിലുള്ള കുറവ്. എന്നാലും നമ്മൾ കുരുമുളക് പൊടി ഇടണം കേട്ടോ. എരിവ് നോക്കിയിട്ട് നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇളക്കണത് ഇളക്കിലിങ്ങനെ അടിയിൽ ഒരു പിടിക്കൽ പിടിക്കും.
നമുക്കിത് മെല്ലെ മെല്ലെ ഇരുന്ന് ഇങ്ങനെയാണ് ഡ്രൈ ആയി വരണം കേട്ടോ. ഒരു ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ അതിന് കുറേ സമയം പിടിക്കും. അപ്പോൾ നമുക്ക് ജയന്തിക്ക് കഞ്ഞി കുടിക്കാം. അപ്പോൾ ജയന്തി കഞ്ഞി കുടിക്കാൻ ഇവിടെ രാജിക്കത്ത് തരും. കഞ്ഞിക്കത്ത്. നമ്മുടെ പോർക്ക് ഇങ്ങനെ ഫ്രൈ ആയി വരാണ് കേട്ടോ. അത് എന്തോരം നേരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മൊരിച്ചങ്ങോട്ട് എടുക്കാം. മൊരിയില്ല, നെയ്യുണ്ട് ഇതിൽ. പക്ഷേ ഇങ്ങനെ ചുരുങ്ങി വരും. ചുരുങ്ങി വരുംതോറും ടേസ്റ്റ് കൂടി വരും. അപ്പോൾ ഞങ്ങൾ എരിവ് നോക്കി, ഉപ്പ് നോക്കി, എല്ലാം നോക്കി പാകമാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് ഇറക്കാൻ പോവാണ്. ഇതിപ്പോൾ കഴിക്കാൻ പാടില്ല, ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കാൻ പാടില്ല കേട്ടോ. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിരിക്കേ പച്ചമുളക് ഒരു മുകളിൽ നിന്ന് അലങ്കോലപ്പണി അത് കഴിക്കാൻ എടുക്കില്ലേ. പിന്നെ 2 കതിര് വേപ്പില, കറിവേപ്പിലിരുന്നു കഴിഞ്ഞു. സാധനം സെറ്റായിട്ടാ. ഇത് എരിവ് കൂട്ടണമെങ്കിൽ നമുക്ക് എന്തോരം വേണമെങ്കിൽ എരിവ് കൂട്ടാട്ടാ. കുരുമുളക് എല്ലാ സാധനവും കൂട്ടാൻ എന്തോരം വേണമെങ്കിൽ. ഉപ്പ് കുറവായിട്ട് വയ്ക്കുക. അപ്പോൾ ഉപ്പ് നമുക്ക് ഇഷ്ടംപോലെ. അങ്ങനെയല്ല, കുടിക്കേണ്ടവരെ കാര്യമാണ് ഞാനും പറഞ്ഞത്. അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ആരും കുടിക്കണവരില്ലല്ലോ. കുടിക്കുന്നവരുണ്ടെങ്കിൽ ഇത്തിരി കൂടി എരിവ് കൂട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല പൊടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. നമുക്ക് എത്ര മതി, കറക്റ്റാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് കൂടി വരും. ഇതിപ്പോൾ ഇന്ന് എടുക്കാണ്ട് നാളെയാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നാളെ എടുത്തിട്ട് നാളെ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിലേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി കഴിക്കുന്നതിലേക്ക് കിടക്കാട്ടെ. അടിപൊളി. അപ്പം നമ്മൾ പാചകങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ നേരം ഞങ്ങളിവിടെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെ, അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയന്തിനെ നമ്മൾ കണ്ടില്ല. ജയന്തി എൻ്റെ ഒപ്പം പാചകം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ രാജേഷ് ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറേ നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഫുഡ് ഇവിടെ ഓരോന്നോരത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്ന സ്ഥലത്ത് പപ്പടം കാച്ചാൻ പോയിക്കുക. ശ്രീരാമ ഇവിടെ കിടക്കണു കണ്ടാ. പ്രേമൻ തലക്കെട്ട് കെട്ടി കുളിക്കാനായിട്ട് പൂളിലേക്ക് ഇറങ്ങാൻ നിൽക്കണു. ദിനേശൻ കണ്ണട വെച്ചിട്ട് മൊബൈലിൽ തൻ്റെ ബിസിനസ് കാര്യങ്ങൾ ചർച്ച എന്താ പറയുക, ആരായിട്ട് ചർച്ച ഇല്ല. ശശിക്ക് പനിയാണ് കേട്ടോ, ക്ഷീണിതനാണ്. എന്നാലും ആള് ഇഷ്ടം പോലെ പോർക്കിറച്ചി കഴിച്ചു. കഴിച്ചില്ലേ? ചിക്കനും കഴിച്ചു. ഇനി പിന്നെ സരിത പപ്പടം കാച്ചാണ്. പിള്ളേരുകൾ ഇവിടെ കുറച്ച് പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇവർ 3 പേരും കുളിക്കുകയാണ്. ജഗു, ലല്ലു, നന്നു ഒക്കെ കളിക്കുന്നു കേട്ടാ. ഇവരിവിടെ കുളിക്കുകയാണ്. അപ്പോൾ ഇനി ആ ബാക്കിയുള്ളവർ ഇങ്ങോട്ട് ഇറങ്ങാൻ പോകണം. ഇറങ്ങിയിട്ടാണ് കുറേ പേര് ചോറിനുള്ളതെന്നും കുറേ പേര് ചോറിനിട്ട് ഇറങ്ങണുള്ളൂ എന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത്. പിന്നെ കിഷോർ അവിടെ ഉണ്ട്. പിന്നെ ക്രിസ്റ്റി നടുവിൽ നിന്നിട്ട് ക്രിസ്റ്റി അവിടെ നടുവിൽ നിന്നിട്ട് നാടകം വന്നിട്ട് അഭിനയിക്കാനാണ് എന്തിനാണ് പറയുന്നുണ്ട്. ക്രിസ്റ്റി നാടകം അഭിനയിക്കണമെന്ന് പറയുന്നു. ഇല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും കാര്യങ്ങൾ. അപ്പോൾ സരിത അവിടെ നിന്ന് വരുന്നുണ്ട്. അതെന്തിട്ട് കൊണ്ടിട്ട് വരുന്നത്? ഇന്നിന് തൈര് ആര്? തൈര് കൊണ്ടിട്ട് വരുന്നുണ്ട്. സാരി ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. അതെ. അപ്പൊ ഈ മൈക്ക് വെച്ചു കൈ കഴുകണോ? കഴുകിക്കോ. ജയന്തി ഒരു കടച്ചക്ക കൂട്ടാൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി കൂട്ടാനാണത്. അത് പിന്നെ കാച്ചി. പിന്നെ നമ്മുടെ ചോറ്, പിന്നെ ചിക്കൻ കുറേ ഞങ്ങൾ കഴിച്ചു. ഇതേവര് കഴിച്ചു. ആവശ്യമെടുത്ത് കഴിക്കാം. പിന്നെ പോർക്കാണുള്ളത്. അത് പിന്നെ കടല കൂട്ടാണ്ട്. കാലത്ത് കഞ്ഞിയും കടലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ആവശ്യമുള്ളവരെടുത്ത് കഴിക്കുക. കടല കഴിക്കുക. ബാക്കിയുള്ള ഒരു പൂളിൽ പോവുക. പിന്നെ തൈര് വേണമെങ്കിൽ കട്ട തൈര് ഒരു കുപ്പി ഇത് വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള തൈര് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്. ഞാൻ എല്ലാവരും കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ രസം. വെള്ളം ഇവിടെ നിറച്ച് വയ്ക്കാം. ആവശ്യമുള്ളവർ എടുക്കാം കേട്ടോ. രാവിലെ എല്ലാവരും കഞ്ഞിയും കടലയും കഴിച്ചേ. കടല അത് കയറി കഴിഞ്ഞു. കടല കുറച്ചുള്ളൂ. വെള്ളം ഇവിടെ നിർത്താട്ടാ. ടേസ്റ്റ് ആണ് അല്ലേ? ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അല്ലേ കഞ്ഞിയും? അതെ. മാന്തളുണ്ടായിരുന്നു കേട്ടാ. ഞാൻ ചോറ്
വറുത്തതില്ല, വറക്കണം. ഉണക്കമാന്തര ഉണക്കമുള്ളൻ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ കേട്ടാ. അതെന്റെ